സുരേഷ് ഗോപിയെ അയ്യൻ കാക്കുമോ? രാജാജിയെ തൃശൂർ രാജാവാക്കുമോ? ടി.എൻ. പ്രതാപൻ പ്രതാപത്തോടെ ഉയർത്തെഴുന്നേൽക്കുമോ? ഇലക്ഷനൊക്കെ കഴിഞ്ഞു. എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ അവരവരുടെ വിജയം കണക്കുകൂട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളുടെ പെട്ടികളെല്ലാം ഇങ്ങനെ പൊടി പിടിച്ച് സ്ട്രോങ് റൂമുകളിൽ സുരക്ഷിതമായിരിക്കുകയാണ്. പെട്ടികൾ മാത്രമല്ല കേട്ടോ, VVPAT മെഷീനും അക്കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഉള്ള ഒരു പ്രശ്നം തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എന്താണ് ബുദ്ധിമുട്ട്? കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ആദ്യം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാകും തൃശ്ശൂർ എന്നാണ്. പക്ഷേ തൃശ്ശൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ പറയുന്നത് എൻ്റെ അടിവേരികൾ ഇളകിയോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഒരു നെഗറ്റീവ് വാർത്ത പ്രതീക്ഷിക്കാമെന്നാണ്. ഉമ്മൻചാണ്ടി അടക്കമുള്ള കേരളത്തിലെ തലമൂത്ത എല്ലാ നേതാക്കന്മാരും എണ്ണുന്ന കണക്കുകളിൽ ആദ്യം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്നാണ് തൃശ്ശൂരിനെ കുറിച്ച് പറയുന്നത്. എക്കാലവും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത ഒരു മണ്ഡലമല്ല തൃശ്ശൂർ. മാറി മറിഞ്ഞു വരുന്ന സമവാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അവിടുത്തെ വിജയം. മുൻകാലങ്ങളിൽ അവിടുന്ന് കോൺഗ്രസും LDFും അതായത് UDFും LDFും മാറി മാറി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം എന്തുകൊണ്ടാണ് ടി.എൻ. പ്രതാപൻ അങ്ങനെ പറയാനുണ്ടായ കാരണം? സുരേഷ് ഗോപിയുടെ വരവ് ആണ് അദ്ദേഹത്തെ ഒരു വിഷാദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വോട്ടുകൾ കൂടുതൽ അല്ലെങ്കിൽ വനിതകളുടെ വോട്ടുകൾ കൂടുതൽ സുരേഷ് ഗോപി പിടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. സുരേഷ് ഗോപിയെ ഇദ്ദേഹത്തിന് പേടിയാണോ? അദ്ദേഹത്തിൻ്റെ ആശങ്ക വളരെ സിമ്പിളാണ്. ശബരിമല പ്രശ്നം ഇളകി മറിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ അവിടുന്ന് ജയിക്കുമോ, അല്ലെങ്കിൽ വോട്ടുകൾ കൂടുതൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടുതൽ സുരേഷ് ഗോപിയിലേക്ക് ലയിച്ചു പോകുമോ? അതാണ് അദ്ദേഹത്തിൻ്റെ പേടി. ഈ കൂട്ടത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളുണ്ട്, രാജാജി മാത്യു തോമസ്. ഇലക്ഷൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം വളരെ വിജയപ്രതീക്ഷയിലാണ്. കോൺഗ്രസ് നേതൃത്വം എന്തും പറഞ്ഞുകൊള്ളട്ടെ, വിജയം എൻ്റെ കയ്യിലായിരിക്കുമെന്ന് ചെറിയ പുഞ്ചിരിയോടെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആശങ്കയ്ക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ടി.എൻ. പ്രതാപൻ പറയുന്നത് പോലെ ആയിരിക്കുമോ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ? നേതൃയോഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണിത്. എൻ്റെ വിധിയിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയും പ്രതീക്ഷിക്കാമെന്ന്. നേതൃസ്ഥാനത്ത് നിന്നും അത് തിരുത്തുകയുണ്ടായി. സുരേഷ് ഗോപിയെ അയ്യൻ കാക്കുമോ? രാജാജിയെ തൃശൂർ രാജാവാക്കുമോ? ടി.എൻ. പ്രതാപൻ പ്രതാപത്തോടെ ഉയർത്തെഴുന്നേൽക്കുമോ? ഇതാണ് ഇപ്പോഴത്തെ തൃശ്ശൂരിലെ പ്രശ്നം. എന്താണെങ്കിലും 23 വരെ കാത്തിരിക്കുവാൻ ഇവരൊക്കെയും ക്ഷമ കാട്ടുക. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പോലെ ആദ്യം വിജയിക്കുന്ന സീറ്റുകളിൽ ഒന്നാകുമോ തൃശ്ശൂർ? CPM പറയുന്ന പോലെ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഞങ്ങൾ നിലനിർത്തും എന്നുണ്ടോ? സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അയ്യൻ കാക്കുമോ, അല്ലെങ്കിൽ അയ്യനെ സുരേഷ് ഗോപി കാക്കുമോ, സുരേഷ് ഗോപിയെ അയ്യൻ കാക്കുമോ എന്ന് 23 വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും സുരേഷ് ഗോപി പറഞ്ഞ ഒരു ഡയലോഗ് ഞാനിപ്പോഴും ഓർക്കുന്നു. എനിക്ക് ഈ തൃശ്ശൂരിനെ വേണം, നിങ്ങൾ എനിക്കിത് തരണം, ഞാനിത് എടുക്കുക. അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണോ ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും തൃശ്ശൂരിന് വേണ്ടി മൽപ്പിടുത്തം നടത്തിയ ആൾക്കാർ ഒന്ന് ചിന്തിക്കുക. അവിടുത്തെ ആൾക്കാർ ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുന്നു. അവർ അത് പോളാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുക, വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന്. 3 പാർട്ടികളും ജയിക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെ വണ്ടികൾ റെഡിയാക്കിയിടുക. നന്ദി പ്രകടിപ്പിക്കാൻ ഒരു വണ്ടി മാത്രം ഓടിയാൽ മതിയല്ലോ, ബാക്കി വണ്ടികൾ ഓടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു അവലോകനമായി വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും അതേ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു.